എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും നമ്മുടെ ട്രംപ് അമ്മാവനെ കുറിച്ചാണ്. ഇപ്പോൾ ട്രംപാണല്ലോ ട്രെൻഡായിട്ട് നിൽക്കുന്നത്. ലോകമെമ്പാടുമുള്ളവർ മലയാളി യൂട്യൂബേഴ്സ് ചാനലുകൾ മൊത്തം ട്രംപിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു റീല് കണ്ടതാണ്. ട്രംപ് അമ്മാവൻ ഇങ്ങനെ ഓരോ പേപ്പറിൽ ഒപ്പുവയ്ക്കുന്നത്. അപ്പോൾ അമ്മാവൻ ചോദിക്കണം ഇതെന്താണ്, അത് നമ്മുടെ WHO ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ പുള്ളി അതിനെപ്പറ്റിയൊരു ചെറിയൊരു വിശദീകരണം നടത്തുവാണ്. അതായത് $500 മില്യൺ അമേരിക്ക WHO കൊടുക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾക്ക് 340 മില്യൺ ജനങ്ങളെ ഞങ്ങൾക്കുള്ളൂ. ചൈനയ്ക്ക് 1.4 ബില്യൺ ജനങ്ങളുണ്ട്, അവരെന്തോ 90 മില്യനാണ് കൊടുക്കുന്നത്. അത് ഫെയർ അല്ല, അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ടോട്ടലി അംഗീകരിക്കാവുന്ന കാര്യമാണ്, കോമൺ സെൻസാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പുള്ളി പറയുമ്പോഴും പുള്ളിക്ക് പുള്ളിയുടേതായ ന്യായവാദങ്ങളുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് പുള്ളിയുടേതായ ലോജിക്ക് ഉണ്ട്. അത് നമുക്ക് ആർക്കും എതിർക്കാൻ പറ്റില്ല. കാരണം പുള്ളി അമേരിക്കൻ പ്രസിഡൻ്റാണ്. അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി, അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ വേണ്ടി പുള്ളിക്ക് എന്തും വേണമെങ്കിൽ ചെയ്യാം. നമുക്കതിനൊന്നും പറയാൻ പറ്റില്ല. നമ്മളോട് ഒച്ചമ്പാൾ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അത് പുള്ളിയുടെ അൾട്ടിമേറ്റ് ഇതിലൊരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളി അരീക്കൊമ്പനെ പോലെ നമ്മുടെ ഒരു മറ്റവനുണ്ടായിരുന്നല്ലോ, നമ്മുടെ കാട്ടിലൊരു ആന, അരിക്കൊമ്പനെ പോലെ ഇങ്ങനെ മതമിളകി നടക്കുവാണ്, ആരെ എവിടെ പിടിക്കണം നോക്കിയിട്ട്. നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകമേ ഒരു തറവാടെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇതാരാണ് പബ്ലിഷ് ചെയ്യുന്നത്, എങ്ങനെയാണ് ലോകത്തിൻ്റെ മൂലകളിലേക്ക് നാനാ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്, ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലെത്തുന്നത് എങ്ങനെ, യൂട്യൂബ് വഴി. യൂട്യൂബ് എന്താണ്, അമേരിക്കയിലൊരു ടെക് ജയൻ്റാണല്ലേ. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു മെസ്സേജ് ഇത് ട്രംപിനുള്ളതാണ്. ഇത് വിവേക് രാമസ്വാമിയോ അല്ലെങ്കിൽ ആരെങ്കിലും ട്രംപിൻ്റെ അടുത്ത് എത്തിച്ചാൽ കൊള്ളായിരുന്നു. മറ്റൊന്നുമല്ല, ട്രംപ് അമ്മാവ, താങ്കളെ ഞാൻ 90% അംഗീകരിക്കുകയാണ്. താങ്കൾ അമേരിക്കൻ പ്രസിഡൻ്റാണ്, അമേരിക്കയെ ഗ്രേറ്റ് ആക്കണം എന്നുള്ളത് താങ്കളൊരു ആഗ്രഹമാണ്. താങ്കളൊരു ബിസിനസ്സുകാരനാണ്. മാർലാഗോ നിങ്ങളുടെ വീടിൻ്റെ മുന്നോട്ട് ഞാൻ പോയിരുന്നു, നിങ്ങളൊരു വലിയ സംഭവമാണ്. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ 2019 ഒരു കൊറോണ എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. അതെന്തായിരുന്നു, ഒരു വൈറസ് അല്ലേ. അപ്പോൾ പലപ്പോഴും ആനയെ എങ്ങനെ നമുക്ക് ആക്രമിച്ച് കീഴടക്കാൻ പറ്റാം? ആനയെ ആക്രമിച്ച് കീഴടക്കാൻ പറ്റില്ല, വലിയ എളുപ്പമല്ല. പക്ഷെ ഒരു ഉറുമ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാണി ആനയുടെ മൂക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ആന മരിക്കുന്നു, ഇങ്ങനൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ട്രംപിനെ പോലുള്ളൊരു കൊമ്പനാനയെ മെരുക്കണമെങ്കിൽ 2 വൈറസ്, കൊമ്പനാനെ പോലെയുള്ള ട്രംപിനെ ഒതുക്കണം, അമേരിക്കനെ ഒതുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 2 വൈറസിൻ്റെ കാര്യമുള്ളൂ. ഒന്ന് ഹ്യൂമൻ വൈറസ്, അതായത് ബയോളജിക്കൽ വെപ്പൺ. കൊറോണ എങ്ങനെ കൊണ്ടുവന്നു അതുപോലെ, അത് വുഹാൻ ലാബോറട്ടറിയിൽ നിന്ന് ചൈന കൊണ്ടുവന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു ചൈനീസ് ബയോളജിക്കൽ വൈറസും ഒരു ഇന്ത്യയുടെ ടെക് വൈറസ്, മനസ്സിലായ ടെക് വൈറസ് എന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ പണ്ടിരിക്കും എൻ്റെ മക്കളോട് പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഭ്രാന്തന ആശയങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തില്ല. അപ്പോൾ പലരും എന്നെ ഭ്രാന്തെന്ന് വിളിക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഭ്രാന്തായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രോഡ്ജി ആണെങ്കിൽ, എന്താണ് പ്രോഡ്ജി, ഒരു അസുരവിത്ത്. ഞാനൊരു കമ്പ്യൂട്ടറിലൊരു ഭയങ്കര സംഭവമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ ഞാനൊരു വൈറസ് കണ്ടെത്താണ്. ആ വൈറസ് എനിക്ക് ഈസി ആയിട്ട് ഇൻ്റർനെറ്റിലൂടെ കയറ്റിവിടാം. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ മൊത്തം ഇതിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു ടെക് ജയൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ മൊത്തം സ്തംഭിപ്പിക്കാനുള്ള ഒരു സ്പെഷ്യൽ കഴിവ് എനിക്കുണ്ടെന്ന് വിചാരിച്ചു. ഞാനൊരു ഉദാഹരണത്തിന് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനായ മാർക്ക് സുക്കംബർഗിന് ഒരു ലെറ്ററോ ഇമെയിൽ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, മിസ്റ്റർ സുക്കൻബർഗ്, എൻ്റെ പേര് വിൽസൺ, ഞാൻ ലണ്ടൻ ഒന്റാറിയോയിലാണ്, കാനഡയിലാണ്. നിങ്ങളുടെ ഫേസ്ബുക്കിന് ഞാനൊരു 10 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാം. ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യാണ്, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോളാൻ പറയുകയാണ്. പറഞ്ഞു, നീ പോയി പണി നമുക്ക്, ചിലപ്പോൾ ഫോൺ തന്നെ എടുക്കില്ല. അങ്ങനെ ഞാൻ ഒരു ടൈം ലൈൻ കൊടുക്കുകയാണ്, ഇന്ന ടൈമിനകം നിങ്ങൾ എന്നെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട്. ആ ടൈമിനകത്ത് ഞാൻ എന്ത് ചെയ്യും, 10 മിനിറ്റ് നേരത്തേക്ക് ഫേസ്ബുക്ക് മൊത്തം സ്തംഭിപ്പിക്കും. ലോകമെമ്പാടെ ആർക്കും ഫേസ്ബുക്കിൽ കയറാൻ പറ്റില്ല, തുറക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഈ വൈഫൈ പോയി കഴിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മുടെ ഇൻ്റർനെറ്റിനെ കണക്ഷൻ പോയി എന്താ നമുക്കൊന്നും നോക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ പോലെ, എത്ര ലോകമെമ്പാടുമുള്ള ഫേസ്ബുക്ക് യൂസേഴ്സിന് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല.
സുക്കംബർഗിൻ്റെ ആപ്പീസ് കൂട്ടും അല്ലേ. ഇവൻ എന്നെ ഉടനെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ എന്താ ഉദ്ദേശം, എന്താ നിങ്ങളുടെ ഇത്, കേസ് ചാർജ് ചെയ്യുന്ന, നീ കേസ് ഓഫീസ് എന്ത് വേണമെങ്കിൽ ചെയ്തു. പക്ഷേ ഇനി അതങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എനിക്ക് ഇത്ര ലക്ഷമല്ല ഇത്ര $1 മില്യൺ തന്നു, അല്ലെങ്കിൽ എന്നെ നീ ഹയർ ചെയ്തോ, മനസ്സിലായില്ലേ. അപ്പോൾ അവൻ പറയും അത് ചിന്തിക്കേണ്ട കാര്യമാണെന്ന് പറയും. ഓക്കെ, നീ ചിന്തിച്ചോളൂ. അടുത്ത് നമ്മൾ ഫോൺ വിളിക്കുന്നത് ട്രംപിനാണ്. ട്രംപമ്മാവോ എന്നോട് വിശേഷം, എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല, എടുക്കില്ല. മെസ്സേജ് പാസ് ചെയ്യും ഞാൻ. ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ, അതായത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ മൊത്തം വെബ്സൈറ്റ് ഡൗൺ ആവും. ട്വീറ്റ് ചെയ്യാൻ പറ്റില്ല. ആർക്ക്? ട്രംപിന് ട്വീറ്റ് നടക്കില്ല. ഇപ്പോൾ എക്സ് അല്ലേ. ആ രീതിയിൽ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് സംവിധാനങ്ങളെ, ട്രഷറി, പിന്നെ അവരുടെ എയർലൈൻ സിസ്റ്റം, അമേരിക്കയിൽ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യും. ഇതെങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കരുത് കേട്ടോ, അതെനിക്കും അറിയില്ല, അത് സീക്രട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രംപിന് നമ്മൾ വാണിംഗ് കൊടുക്കുകയാണ്. വാണിംഗ് കൊടുത്താൽ അത് മൈൻഡ് ചെയ്യില്ല. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അമേരിക്ക സ്റ്റോപ്പ് ചെയ്യണം. അമേരിക്കയുടെ മിലിറ്ററി, ബാങ്കിങ്, പിന്നെ എന്താ പറയുക, വൈറ്റ് ഹൗസ്, പിന്നെ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് സംഗതികൾ സ്റ്റോപ്പ് ചെയ്യാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രംപ് നേരെ നമ്മുടെ FBI അല്ലെങ്കിൽ CIA എന്താ പറയുക സ്പെഷ്യൽ ഫ്ലൈറ്റ് അഴിച്ചിട്ട് എന്നെ പൊക്കിക്കൊണ്ട് പോകുന്നത്. കാരണം ഇതൊരു സിനിമയുണ്ട്. നിങ്ങൾ ഡെസിഗ്നേറ്റഡ് സർവൈവർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അമേരിക്കൻ സീരീസ്. ഈ കോവിഡ് കാലത്താണ് ഞാൻ ഒരുപാട് സീരീസുകൾ കണ്ടത്. അതിൽ ബ്ലാക്ക് ലിസ്റ്റ് കണ്ടു, പിന്നെ പ്രിസൺ ബ്രേക്ക് കണ്ടു, പിന്നെ ദിസ് ഈസ് അസ് കണ്ടു, പിന്നെ ന്യൂ ആംസ്റ്റർഡാം കണ്ടു. അങ്ങനെ ഒരുപാട് അമേരിക്കൻ സീരീസുകളുണ്ട്, പല എപ്പിസോഡുകളുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസിഗ്നേറ്റഡ് സർവൈവർ എന്നുള്ളതാണ്. ഡെസിഗ്നേറ്റഡ് സർവൈവറിൽ ഈ ഒരു പുള്ളിക്കാരനെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പുള്ളി പ്രതീക്ഷിക്കാത്ത നേരത്ത് FBI ഫ്ലൈറ്റുകളും താഴെ നിന്ന് മേലിനൊക്കെ വന്നിട്ട് പുള്ളിനെ പൊക്കിക്കൊണ്ട് പോവുക. നേരെ വൈറ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് പുള്ളിനെ ഇമ്മീഡിയറ്റ് പ്രസിഡൻ്റ് ആക്കുകയാണ്. എന്നിട്ട് പുള്ളി പിന്നീട് ഇലക്ഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടു നോക്കണം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ 2 വൈറസ് ഉണ്ടെങ്കിൽ നമ്മുടെ ട്രംപമ്മാവനും അമേരിക്കൻ ജനതയും അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ് സിസ്റ്റം മൊത്തം നമുക്ക് നശിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മളങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത് ശരിയല്ല. കാരണം അമേരിക്കയിൽ നമ്മുടെ ഇന്ത്യക്കാർ 2 കോടി ഉണ്ടെന്ന് പറയുന്നത്, ചൈനക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ പലരും വന്ന് പടുത്തുയർത്തിയ ഒരു രാജ്യമാണ്. നമ്മുടെയൊക്കെ സംഭാവന നാസയിൽ ഇന്ത്യൻ 25% ഇന്ത്യൻ സയൻറ്റിസ്റ്റുമാരുണ്ട് നാസയിൽ. അതുപോലെ തന്നെ നമ്മുടെ സുന്ദർ പിച്ചെ മുതൽ അങ്ങനെയുള്ള ഗൂഗിൾ മുതൽ അങ്ങനെ എല്ലായിടത്തും നമ്മുടെ ഇന്ത്യക്കാരുടെയും മലയാളികളുടെയും സാന്നിധ്യമുണ്ട്. അപ്പം അങ്ങനെ അമേരിക്ക നശിപ്പിക്കാൻ പറഞ്ഞാൽ നമുക്കത് കണ്ണിച്ചോറയില്ലാതെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ട്രംപമ്മാവൻ ഇങ്ങനെ കൊത്തി നടന്ന് എന്താ പറയുക, കൊമ്പ് കുലുക്കി ഭീഷണിപ്പെടുത്തി ഇപ്പോൾ അവസാനം നമ്മുടെ പുട്ടിനെയും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഉക്രൈൻ വാർ നിർത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മേലും ഉപരോധം ഏർപ്പെടുത്തും. പുള്ളി മാർലാഗോ ബീച്ച് റിസോർട്ട് മേടിച്ച കഥ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞല്ലോ, എങ്ങനെയാണ് പുള്ളി മേടിച്ചെന്നുള്ളത്. ഒരു സമ്മർദ്ദ തന്ത്രമാണ്. നിങ്ങളെനിക്കിത് തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വേറെ ബിൽഡിംഗ് പണിയും നിങ്ങളുടെ ഈ എസ്റ്റേറ്റിൻ്റെ കാഴ്ച തന്നെ നഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ പുള്ളിക്കാരൻ കാനഡയോട് ചെയ്യുന്നതും എല്ലാ രാജ്യങ്ങളോടും പുള്ളി ചെയ്യുന്നത് ആരൊറ്റ ഇതാണ്. പുള്ളിക്ക് ആരെയും ഭയമില്ല. അപ്പോൾ പോപ്പ് കഴിഞ്ഞ ദിവസം പുള്ളി ഒന്ന് ചൊറിഞ്ഞപ്പോൾ പുള്ളി തിരിച്ച് മാന്തി. പോപ്പ് അത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ആൾക്കാരുടെ ആവശ്യമില്ല. എനിവേ, അപ്പോൾ ഇതാണ് ഈ അമേരിക്കൻ ഡ്രീം അല്ലെങ്കിൽ ഈ അമേരിക്കൻ സ്വപ്നം എന്നൊക്കെ പറയുന്നത്. ഒരു കുത്തക മുതലാളി ലോകമെമ്പാടും അടക്കി ഭരിക്കുക, ലോകമെമ്പാടും വേണമെങ്കിൽ കീഴ്പ്പെടുത്താൻ നോക്കുക എന്നുള്ളതാണ്. പക്ഷേ 2019 കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ തെരുവുകളിലെ ആൾക്കാർ മരിച്ചു വീണ് കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ ശക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ എല്ലയിൽ തീ വന്നു. അതൊക്കെ അവരൊരു വിധം ഇത് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ചൈന മിണ്ടാതിരിക്കുന്നുണ്ടല്ലേ, ഇന്ത്യ മിണ്ടാതിരിക്കുന്നുണ്ട്. ചൈന ഒരു ബയോളജിക്കൽ വൈറസ്, വുഹാൻ ലബോറട്ടറി അവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും. ചൈനയുടെ ഒരു ബയോളജിക്കൽ വൈറസും ഇന്ത്യയിൽ നിന്നൊരു പ്രോഡ്ജി, നമ്മൾ കഴിഞ്ഞ സമയത്ത് ചെസ്സിൻ്റെ വീഡിയോ ഉണ്ടെങ്കിലല്ലേ, നമ്മുടെ പയ്യൻസ് എത്ര മിടുക്കനാന്ന് നോക്കി. അപ്പോൾ ഇപ്പോൾ ഇതൊരു ചെസ്സ് കളിയാണ്. ആ ട്രംപ് കരിക്കുളം നീക്കുമ്പോൾ അതനുസരിച്ച് ഓരോ രാജ്യങ്ങൾ ഓരോ കരിക്കുളം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള ആരെങ്കിലും ഒരു അസുര വിത്ത്
ഒരു വൈറസ്, കമ്പ്യൂട്ടർ വൈറസ് വിട്ട് കഴിഞ്ഞാൽ നാസ മുതൽ യൂട്യൂബ് മുതൽ, പിന്നെ നിങ്ങളെൻ്റെ ഈ യൂട്യൂബൊന്നും കാണില്ല കേട്ടോ, യൂട്യൂബൊക്കെ ഡൗൺ ആവും. യൂട്യൂബ്, ഗൂഗിള്, ഫേസ്ബുക്ക്, എല്ലാ സെർച്ച് എഞ്ചിനുകൾ കംപ്ലീറ്റ് ഷട്ട് ഡൗണായി മാറും. അത്രയ്ക്കുള്ള കാര്യം, മനസ്സിലായില്ലേ? അപ്പോൾ ട്രംപിൻ്റെ ഭീഷണിക്ക് ഇന്നല്ലെങ്കിൽ നാളെ വലിയൊരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാം. പിന്നെ അടുത്തൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമേരിക്കൻ ജനത 350 മില്യനുള്ളൂ, 340 മില്യൺ. ഓക്കെ, എന്നാൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ 1.5 ബില്യൺ, ചൈനയുടേത് 1.5 ബില്യൺ, രണ്ടും കൂടെ 3 ബില്യണ്. പിന്നെ മറ്റേ ഏഷ്യൻ രാജ്യങ്ങൾ, യൂറോപ്പ്, റഷ്യ, മിഡിൽ ഈസ്റ്റ് എല്ലാം കൂടെ എത്രയായി? വലിയൊരു സംഖ്യയായി. ലോകത്തിൻ്റെ മൊത്തം പോപ്പുലേഷൻ 8 ബില്യനാണെന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 4 ബില്യണോർക്ക് മേലെ അമേരിക്കയുടെ എതിരാളികളുണ്ടാവും, അല്ലെങ്കിൽ 6 ബില്യൺ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അമേരിക്കൻ്റെ പ്രോഡക്റ്റും സർവീസുകളും എവിടെ കൊണ്ടാണ് വിൽക്കുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ കിറ്റ് അമേരിക്ക. അപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയുടെ ഇപ്പോൾ ഷർട്ടോ അല്ലെങ്കിൽ അണ്ടർ ആം അല്ലെങ്കിൽ അഡിഡാസ് അല്ലെങ്കിൽ നൈക്കി അല്ലെങ്കിൽ യു നെയിം ഇറ്റ്, അതായത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം പോയാലും പുള്ളിക്ക് ഇതാണ്ട് ഇതിൻ്റെ വിലയുള്ളൂ. പക്ഷേ യുദ്ധ സാമഗ്രികൾ, യുദ്ധ സാമഗ്രികളാണ് പുള്ളിയുടെ ഏറ്റവും വലിയ കാശുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഫ്ലൈറ്റുകൾ, ഫൈറ്റർ ജെറ്റുകൾ, പിന്നെ ഈലൺ മസ്കിൻ്റെ മറ്റേ റോക്കറ്റ് വിക്ഷേപണം, മറ്റേ ഇലക്ട്രിക് വെഹിക്കിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിനെല്ലാം മറ്റ് രാജ്യങ്ങളിൽ കോമ്പറ്റീഷൻ വരികയും അവരിതെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന വിചാരിച്ചോ, അപ്പോൾ തന്നെ പുള്ളിയുടെ എക്കണോമി തകരും. പക്ഷെ അതുകൊണ്ടൊന്നും തളർത്താൻ പറ്റില്ല. കാരണം അവർ വലിയ സമ്പദ് വ്യവസ്ഥയാണ്, വലിയ സമ്പത്തിക അവരുടെ കയ്യിലുണ്ട്. പക്ഷേ അവരെ വീഴ്ത്താൻ പറ്റുന്ന ഈ 2 വൈറസുകൾ മാത്രമാണ്. ഒന്ന് കൊറോണ പോലെയുള്ളൊരു വൈറസ്, 2 കമ്പ്യൂട്ടറിലുള്ള ഒരു വൈറസ്. 2 വൈറസുകൾ കൊണ്ട് ട്രംപിനെ അമേരിക്ക എല്ലാം വീഴ്ത്താം. അതുകൊണ്ട് അധികം അഹങ്കരിക്കരുത്. ഇന്നലെ നാളെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കൂടായില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ കുറ്റം പറയരുത് കേട്ടോ, അല്ലെങ്കിൽ എന്നെ പൊക്കിക്കൊണ്ട് പോരുത്. താനിത് പറഞ്ഞു, താനാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇത് കേൾക്കുന്ന മലയാളികൾക്ക് ഒരുപാട് കമൻറ്റുകളുണ്ടായിരിക്കും. ഇയാൾക്ക് തലയ്ക്ക് വട്ടാണോ, ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. ഇത് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് ആണ്. എൻ്റെ ചിന്തകളെ ഞാൻ സംസാരമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചെന്ന് മാത്രം. ഇതിനോട് അനുകൂലിക്കുന്നവരുണ്ടായിരിക്കാം, പ്രതികൂലിക്കുന്നവരുണ്ടായിരിക്കാം. ഒരു സംഭവം കൂടെ പറഞ്ഞ് ഈ വീഡിയോ നിർത്താം. ഞാൻ പണ്ട് എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എവിടെയോ അമേരിക്കയിൽ ഒരുത്തൻ ഇത് ചെയ്തു. ആ വാർത്ത വന്നപ്പോൾ പറഞ്ഞു, ദാണ്ട് അപ്പോൾ പറഞ്ഞത് ദാണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം. അപ്പോൾ അതുകൊണ്ട് ഞാനിന്നീ പറയുന്നത് നാളെ സംഭവിച്ചു കൂടായികയില്ല. ഞാൻ പ്രവാചകനൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ ആരും ഒത്തിരി അഹങ്കരിക്കരുത്. അഹങ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, നമസ്കാരം.